പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഈ ജഡ്ജ്മെൻറ്റ് സമൂഹത്തിന് ഒരു മാതൃക തന്നെയാണ്. ഇതുപോലുള്ള ഒരു കേസ് ഇനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്ന മെസ്സേജ് തന്നെയാണ് ഈ കോടതി വിധിയിലൂടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു യുവാവിൻ്റെ പ്രണയത്തിൻ്റെ ആത്മാർത്ഥത കൂടിയാണ് ഷാരോണിനൊപ്പം അവൾ കൊന്നുകളഞ്ഞത്. ഈ കേസിൽ അഭിനന്ദിക്കേണ്ടത് കേരള പോലീസിനെ കൂടിയാണ്. കേരള പോലീസ് വളരെ ഉത്തരവാദിത്തോടെ കിട്ടുന്ന തെളിവുകളെല്ലാം വളരെ പ്രാധാന്യത്തോടെ പഴുതടച്ച് ലാബ് റിപ്പോർട്ടുകളടക്കം ഒരു പഴുതുമില്ലാതെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയത് കൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധിച്ചത്. നോക്കൂ, സമപ്രായക്കാരായ യുവതി-യുവാക്കൾ ഷാരോണും ഗ്രീഷ്മയും അവരുടെ വിദ്യാഭ്യാസ കാലത്ത് കണ്ടുമുട്ടുകയും പരസ്പരം പ്രണയിക്കുകയും ചെയ്തു. ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവർ പരസ്പരം പങ്കുവച്ചിരുന്നു. ജീവിതത്തിൽ ഗ്രീഷ്മയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ അഗാധമായി ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചു. എന്നാൽ 2022 ഗ്രീഷ്മയ്ക്ക് ഒരു പട്ടാളക്കാരനുമായിട്ടുള്ള വിവാഹബന്ധം അവളുടെ വീട്ടുകാർ ഉറപ്പിച്ചു. ഗ്രീഷ്മ അതിൽ മതിമറന്ന് സന്തോഷിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത, തൊഴിലില്ലാത്ത ഷാരോണിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട കേന്ദ്ര സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഗ്രീഷ്മ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും ഗ്രീഷ്മയ്ക്ക് ഷാരോണിനോട് തുറന്നു പറയാമായിരുന്നു, വീട്ടുകാർ നമ്മുടെ ബന്ധം സമ്മതിക്കുന്നില്ല, അവർ തനിക്ക് വേറൊരു വിവാഹം നിശ്ചയിച്ചു, ഇനി നീ എന്നെ മറക്കണം എന്നെങ്കിലും. എന്നാൽ എല്ലാത്തിനും കുതന്ത്രബുദ്ധിയോടെ പെരുമാറുന്ന ഗ്രീഷ്മ ചിരിച്ചുകൊണ്ട് ഷാരോൺ എന്ന ആ യുവാവിനെ കൊന്നുകളയാനാണ് തീരുമാനിച്ചത്. ഒറ്റയടിക്ക് അവൻ മരിച്ചു കഴിഞ്ഞാൽ അത് സംശയമാകും, അത് തന്നിലേക്ക് അന്വേഷണം എത്തുമെന്ന് സമർത്ഥമായി ചിന്തിച്ച ഗ്രീഷ്മ സ്ലോ പോയിസൺ നൽകി ഷാരോണിനെ പതിയെ മരണത്തിലേക്ക് എത്തിക്കുവാൻ അവൾ തീരുമാനിച്ചു. അതിനായി അവൾ ഇൻ്റർനെറ്റിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് വ്യക്തമായ ചില ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അമിതമായ അളവിൽ പാരസെറ്റമോൾ ശരീരത്തിനുള്ളിലെത്തിയാൽ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും. കിഡ്നി ഫെയിലിയർ, തളർച്ച, സ്ട്രോക്ക് പോലുള്ളവ വന്ന് അത് പതിയെ മരണത്തിലേക്ക് വരെ എത്തിക്കും. ഇൻ്റർനെറ്റിൽ നിന്നും കളക്ട് ചെയ്ത ആ ഇൻഫർമേഷൻ അവൾ പ്രയോഗിച്ച് നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഷാരോണിനോട് ഒരു ജ്യൂസ് ചലഞ്ച് വയ്ക്കുന്നു. അതിനായി ഗ്രീഷ്മ കടയിൽ നിന്നും 2 ശീതള പാനീയങ്ങൾ വാങ്ങി. അതിലൊന്നിൽ പാരസെറ്റമോൾ അളവിൽ കൂടുതൽ പൊടിച്ചു ചേർക്കുന്നു. എന്നിട്ട് ഗ്രീഷ്മ ഷാരോണുമായി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. യാത്രാമധ്യേ നമുക്കൊരു ജ്യൂസ് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഗ്രീഷ്മ പാരസെറ്റമോൾ പൊടിച്ചു ചേർത്ത ജ്യൂസ് ബോട്ടിൽ ഷാരോണിന് കൊടുക്കുകയും സാദാ ജ്യൂസ് അവൾ കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാരസെറ്റമോൾ അമിതമായി അടങ്ങിയിരിക്കുന്ന ജ്യൂസ് ഷാരോൺ കുടിക്കുമ്പോൾ അതിൽ അമിതമായ കയ്പ് അനുഭവപ്പെട്ടിരുന്നതിനാൽ അത് കേടായ ജ്യൂസാകാം, ഇത് വളരെ കയ്പാണ് എന്ന് പറഞ്ഞ് ഷാരോൺ അത് കുടിച്ചില്ല. എന്നാൽ പിശാചിനേക്കാൾ കെട്ട മനസ്സുള്ള ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലുന്നതിനായി മറ്റു മാർഗങ്ങൾ ചിന്തിച്ചു തുടങ്ങി. വീണ്ടും ഇൻ്റർനെറ്റിൽ സ്ലോ പോയിസിനെ കുറിച്ച് സെർച്ച് ചെയ്തു. പോലീസിൻ്റെ കണ്ടെത്തലിൽ പുലർച്ചെ 5:30 മുതൽ 7:30 വരെ ഗ്രീഷ്മ അത്തരം സെർച്ചുകൾ നടത്തിയതായി പറയുന്നു. അവൾ കണ്ടെത്തിയ മറ്റൊരു സ്ലോ പോയിസനാണ് ചെടികളെയും പുൽമേടുകളെയും കരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന പാരാക്വറ്റ്. എന്നിട്ട് ഗ്രീഷ്മ ഷാരോണിനോട് നിരന്തരം ചാറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, തനിക്ക് ശരീരവേദനയായതിനാൽ താൻ ഒരു കഷായം കുടിക്കുകയാണ്, അതിഭീകരമായ കയ്പാണ് ആ കഷായത്തിന് എന്നൊക്കെ. ഒരു ദിവസം ഗ്രീഷ്മ കഷായം വാങ്ങി അതിൽ ഈ പാരാക്വറ്റ് എന്ന ഈ കീടനാശിനി കലക്കി വച്ച ശേഷം ഷാരോണിനെ വിളിക്കുന്നു. തൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, വേഗം വീട്ടിലേക്ക് വാ, നമുക്കിവിടെ ഒരുമിച്ച് കുറച്ചു നേരം കഴിയാം എന്നൊക്കെ. സ്വന്തം വാഹനമില്ലാതിരുന്ന ഷാരോൺ കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മയുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഷാരോണിനോട് ഇതാണ് താൻ കഴിക്കുന്ന കഷായം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഗ്രീഷ്മ, നീ ഈ കഷായം കുടിച്ചു നോക്ക്, ഇതിൽ എത്രമാത്രം കയ്പുണ്ടെന്ന് പറ എന്ന് പറഞ്ഞ് ആ വിഷം ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കുന്നു. പാവം ആ യുവാവ് കഷായമെന്ന് കരുതി അത് കുടിക്കുന്നു. അപ്പോൾ തന്നെ അസ്വസ്ഥനായ ഷാരോൺ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നിരന്തരം ഛർദ്ദിക്കുന്നു. പറമ്പിലെ പുല്ല് കരിക്കാൻ ഉപയോഗിക്കുന്ന പാരാക്വറ്റ് എന്ന രാസലായനി ഉള്ളിച്ചെന്ന ഷാരോണിൻ്റെ ആന്തരാവയവങ്ങളെല്ലാം തന്നെ വെന്തുരുകി മാറി. അവൻ ഛർദ്ദിക്കുമ്പോൾ അവൻ്റെ ആന്തരാവയവങ്ങളെല്ലാം അതിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. 11 ദിവസങ്ങൾ ഷാരോൺ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അവൻ്റെ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മ തനിക്ക് വിഷം നൽകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ പോലും ഗ്രീഷ്മ വളരെ കൂളായിട്ടാണ് പോലീസുകാരോട് ഇടപെട്ടത്. പോലീസുകാർ എങ്ങനെയൊക്കെ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നതുവരെ അവൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ ഗ്രീഷ്മ പോലീസുകാരോടും മാധ്യമപ്രവർത്തകരോടും പറഞ്ഞതാണ്, കൂടിപ്പോയാൽ തനിക്ക് 12 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, അത് കഴിഞ്ഞ് താൻ ജീവിച്ചോളാമെന്ന്. ഈ അഹങ്കാരിയായ പെണ്ണിന് കിട്ടിയ ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് വധശിക്ഷ. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതക ശ്രമം, കൊലപാതകം,
അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിവുകളോടെ തെളിയിക്കപ്പെട്ടതിനാൽ 10 വർഷം, 5 വർഷം എന്നിങ്ങനെ കഠിന തടവും 2 ലക്ഷം രൂപയും പിന്നെ വധശിക്ഷയുമാണ് കോടതി ഗ്രീഷ്മയ്ക്ക് വിധിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന കുറ്റത്തിന് ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപയുമാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും പെണ്ണെന്ന പരിഗണന നൽകാതെ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ നൽകണമെന്ന ഈ വിധിയെ ജനം ഒന്നടക്കം അംഗീകരിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ.